Good morning, everyone. Good morning, Good ma'am. morning, Good ma'am. morning, ma'am. Good Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. ma'am. Yeah, good morning. Okay, how are you all? Fine, ma'am. Fine, How ma'am. are you? Fine, ma'am. Fine, ma'am. How are you? Fine, ma'am. Okay, I'm always good. Yeah, let's start. Yeah. Okay, ma'am. Okay, Prayer ma'am. തുടങ്ങട്ടെ. Yeah. ഞാനാണ് prayer. Good morning, ma'am. Good morning, all. Tamil. Have a nice day. Yeah, Tamil. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. ഇന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. ഇന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നണം. ഇരുളിൽ ദീപമായി തെളിയണം, എന്നും തുണയായി നീ കൂടെ പോരേണം. ഇരുളിൽ ദീപമായി തെളിയണം, എന്നും തുണയായി നീ കൂടെ പോരേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. പാടുവാൻ നാദം നൽകണം. താങ്ക് യു, മാം. Yeah, okay, Judy. ഞാൻ വിചാരിച്ചു തമിഴായിരിക്കും prayer. ഞാൻ തമിഴ് പാടാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ പാട്ട് ഞാൻ +2 പഠിക്കുമ്പോൾ ഞങ്ങൾ പ്രെയർ പാടുമ്പോൾ പാടിയ പാട്ടാണ്. പെട്ടെന്ന് ലിറിക്സ് ഓർമ്മ വന്നപ്പോൾ മറക്കും പറഞ്ഞിട്ട് എഴുതി വെച്ച് ഇന്ന് പാടിയേ തീരണം പറഞ്ഞിട്ട് പാടി. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ തമിഴ് പ്രെയർ എന്തായാലും പാടും. Okay, yeah. താങ്ക് യു, മാം. Okay, ഇനി next ആരാ? പറയൂ. Thought of the day or signing? പറയൂ. Thought of the day ഉണ്ടോ? Signing? ഞാൻ പറയാം, മാം. Okay, പറ. ഒരു മിനിറ്റ്, മാം. The two most important day in your life are the day you are born and the day you find out why. Mark Twain. Thank you, ma'am. Okay. Then signing. അത് ഞാൻ തന്നെ പറയട്ടെ, മാം. സ്മൈലിനെ കുറിച്ചാണ്, മാം. വെളിയിൽ വന്നോട്ടെ. Smile. A smile is a best medicine for your life. A smile is a facial expression that conveys happiness, amusement, or pleasure. It's a universal language that can be used to communicate across cultures. Smiling can have many benefits, including improving your mood, boosting your confidence, and helping you living longer. How it works? Smiling involves flexing the muscles and the mouth and sometimes the eyes. Smiling release endorphins, which are chemical that can relieve stress and pain. Smiling can reduce stress, enhancing hormones like cortisol and
line. Smile can also reduce blood pressure. Sign in by Jyoti. Have a nice day. Thank you. Yeah, okay. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രസന്റേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങൾ അയച്ച കുറച്ച് റിവ്യൂസ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ, ആരാണ് ഞാൻ പറയാം. രസ്ന പറഞ്ഞത് ഞാൻ കേട്ടു. ഓക്കെ, പിന്നെ ആരാ പറഞ്ഞേ? കുറച്ച് പേര് പറഞ്ഞു. ഹബീബയാണോ പറഞ്ഞു? ആണോ? വോയിസ് കട്ട് ആവുന്ന എന്താണ് ഞാൻ കേട്ടില്ല. എന്താ മാം പറഞ്ഞു? സുമയാണ്. സുമയാണ്. ഓക്കെ, വോയിസ് കട്ട് ആവുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഇഷ്യൂ ഉണ്ടോ? ഇല്ല ഇപ്പൊ കേൾക്കാം. നേരത്തെ വോയിസ് കട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ റിവ്യൂസ് ഞാൻ കേട്ടിരുന്നു. കേട്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ. സോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളെ കുറച്ച് പേര് റിവ്യൂസ് പറയുകയാണെങ്കിൽ നല്ല രസമാണ്, കേൾക്കാൻ രസമാണ്. ഓക്കെ, നമുക്ക് കോഴ്സിൽ വന്നിട്ട് എന്തൊക്കെയാണ് ചേഞ്ചസ്, നെഗറ്റീവ്സോ പോസിറ്റീവ്സോ എന്തും ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ ഓക്കെ, നന്നായിരുന്നു. നമുക്കത് കേൾക്കുമ്പോ എല്ലാ ടീച്ചേഴ്സിനും കേട്ടോ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. എല്ലാവരുടെ ഒപ്പീനിയൻ കൂടിയാണ് രസ്ന പറഞ്ഞത് മാം. ഓ ഓക്കെ, ഗ്രൂപ്പില് ഓക്കെ. പക്ഷെ നല്ല എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ടീച്ചേഴ്സ്. പെട്ടെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. റസ്ന അത് പറഞ്ഞപ്പോ ഓക്കെ, എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. അത്രയും നിങ്ങളെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? ഒരുപാട് ബാച്ച് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഈ ബാച്ച് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് എല്ലാത്തിനേക്കാളും. താങ്ക് യു മാം. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഭയങ്കര രസാ. ക്ലാസ്സിൽ കയറാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ആക്റ്റീവാണ് ക്ലാസ്, ഫുൾ ആക്റ്റീവാണ്. നിങ്ങളെ ഗ്രൂപ്പ് അങ്ങനെ തന്നെ മാം. എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ കാര്യങ്ങൾക്കും. പഠിക്കാൻ മാത്രല്ല, മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും. നല്ലതാ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും നല്ലതല്ലേ? ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും. ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര എന്താ പറയാ, അതിനും വാക്കുകളില്ല, അല്ല എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത്രയും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയ ഒരു ഫീൽ ആണ്. ഓക്കെ, മതിയില്ലേ? ഇന്നത്തേക്ക് മതിയില്ലേ? എത്രയും ഞാൻ പൂർത്തിയാ പോരെ? ഓക്കെ, ഞങ്ങളിപ്പോ മോളിലെത്തി കഴിഞ്ഞു. താഴെ തന്നാ മതി കേട്ടോ. ഇത് എല്ലാ ടീച്ചേഴ്സും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് മാം. ഞങ്ങളെ നന്നായിട്ട് പുകഴ്ത്തും. ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഞങ്ങൾക്കതൊരു പോസിറ്റീവ് എനർജിയാ മാം. ഓക്കെ, ശരിയാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട്, ഓരോ ഇപ്പൊ അസൈൻമെന്റ് ആയാലും അല്ലെങ്കിൽ സെമിനാർ ആയാലും ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിൽക്കുന്ന മോട്ടിവേഷനും പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. ഞങ്ങൾ എന്തെങ്കിലും കിട്ടാൻ ഇങ്ങനെ നോക്കിയിരിക്കാണ്. മറ്റേ ഓക്കേന്ന് പറയാൻ രണ്ട് കൈകൊണ്ട് സ്വീകരിക്കും. എന്തും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. പിന്നെ മാം ഞങ്ങൾക്ക് ചെയ്യത് മാം ഓരോ വർക്ക് നെ കുറിച്ച് ഇംഗ്ലീഷിനെ കുറിച്ചൊക്കെ തരുമ്പോ നമുക്ക് അറിയണ പോലെ പറയുമ്പോ തന്നെ കുറെ ഡിഫറൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഇപ്പൊ എന്തെങ്കിലും ആക്ടിവിറ്റി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നിങ്ങൾ റെഡിയാണ്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില ക്ലാസ്സിനെ കുറിച്ച് അറിയില്ലല്ല, ചില ക്ലാസ്സിൽ അങ്ങനെ ആ ഒരു ആക്ടിവിറ്റ്നെസ് നമ്മൾ കാണില്ല. മനസ്സിലായോ? ഒരു കാര്യം പറയുന്നട്ടെ, ഈ കോഴ്സിന് ചേർന്നപ്പോ ഞാൻ ഓർത്തഞ്ച് റെക്കോർഡ് ക്ലാസ് കാണാം, വല്ലപ്പോഴേ കണ്ടാ മതിയല്ലോ എന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസത്തെ റെക്കോർഡ് ക്ലാസ് കണ്ടു. അപ്പൊ ഈ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞ ഞാൻ നമ്പർ ആഡ് ചെയ്ത് തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഇവര് പഠിക്കാതിരിക്കാൻ ഇവര് സമ്മതിക്കില്ല. എങ്ങനെ വന്നാലും ഗ്രൂപ്പിൽ ഓരോ മെസ്സേജ് ഉണ്ടാവും, നാളെ എന്താ ആക്ടിവിറ്റി ഒരു സമാധാനം ഉണ്ടാവില്ല നമുക്ക്. നാളെ അപ്പൊ അത് ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ള. അതുകൊണ്ട് ഇവര് ഭയങ്കര സപ്പോർട്ടീവാ നമുക്ക്. അതായത് ഒരാള് താന്നു നിന്നെങ്കിൽ ആ ആളെ താത്താനല്ല നോക്കാം, മാക്സിമം ഗ്രൂപ്പിലുള്ള എല്ലാവരും നീ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. നമുക്ക് എന്തോരം വേണമെങ്കിൽ
പ്രാവശ്യം നമ്മൾ ഡൗട്ട് ചോദിച്ചാലും ആ 10 പ്രാവശ്യം അതിന് റിപ്ലൈ ഉണ്ടാവും. അല്ലാതെ ഈ തരില്ലാത്ത ഒരാൾക്കാർ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലില്ല. അതൊരു വളരെ ഇപ്പോ ഒരാളെ ചെയ്യണം എന്ന് പറഞ്ഞു, അത് ചെയ്യാൻ തയ്യാറാണെങ്കിലേ ചെയ്യുള്ളൂ അല്ലെ. അതില് ഇപ്പോ ഓക്കെ നിങ്ങൾ റെഡിയാണ്, അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ആയി പോവാലോ, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും സെയിം വൈബാണ് എല്ലാവരും. ഇപ്പൊ തന്നെ നമുക്കിപ്പോ സെമിനാർ തന്നെ ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ എഴുത്തും വായനയൊക്കെ മറന്നേ പോയി. പക്ഷെ എന്നാലും ഇവര് നമ്മുടെ അടുത്ത് പറയണേ നിങ്ങൾ ഒരെണ്ണെങ്കിലും ചെയ്ത് തന്നെ കേട്ടോ എന്ന് പറയും. നമുക്കത് ചെയ്യാനുള്ളൊരു ത്വര, അതായത് ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുവാണ്. അതായത് ചെയ്യണം, അപ്പൊ നമുക്ക് ചെയ്താലോ, ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഒരു കുറ്റമൊന്നുമില്ല. കുറച്ച് നാളെ ഞങ്ങൾ ഇംഗ്ലീഷിന്റെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അതിനുള്ള ഇംഗ്ലീഷ് മാത്രം, എവിടെ പൊട്ട തെറ്റ പറയണം, എന്നാലും നല്ല രസം കേൾക്കാനൊക്കെ. പിന്നെ ഒരാൾ നെഗറ്റീവ് അറിയില്ല, നീ പറയണ തെറ്റാണ് കേട്ടോ എന്നൊന്നും നമുക്ക് പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല. നമുക്കൊരു സമാധാനമാണ്. അത് പറയുമ്പോ തന്നെ അവര് ഇല്ല നീ പറഞ്ഞു, അത് ശരിയാണ്, നീ പറഞ്ഞോ എന്നവര് പറയുള്ളൂ. അല്ലാതെ നീ പറയണ ശരിയല്ല കേട്ടോ എന്ന് ഇന്നവരെ ഒരാളും പറയും. പിന്നെ തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു തരും, ഇന്നത് പോലെയാണ് എന്ന് പറഞ്ഞു തരും. ഒരു എന്താ പറയാ, അതിൽ ഒരുപാട് പേര് എടുത്തെടുത്ത് പറയും. ഇപ്പൊ ഈ നമ്മുടെ സെമിനാറിന്റെ പുറകെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തൊരു നമ്മുടെ നോട്ട്സ് ഒക്കെ ആണെങ്കിലും ക്ലാസ്സിൽ ഓരോ സമയത്ത് അപ് ടു ഡേറ്റ് ആയിട്ട് ഇപ്പൊ തമന്നയാണെങ്കിലും സിന്ധു അങ്ങനെ ഒരുപാട് പേര് നമുക്ക് നോട്ട് സെപ്പറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് പിന്നെ ഡൗട്ടുകൾ എന്ത് വന്നാലും നമുക്ക് ചോദിക്കാം. ഒരു 10 പ്രാവശ്യം ചോദിച്ചാലും, ഇപ്പൊ തമന്നയൊക്കെ ജോലിക്ക് പോണ ഒരാളാണ്. 10 പ്രാവശ്യം മെസ്സേജ് വെച്ച് ചോദിച്ചാലും 10 പ്രാവശ്യം റിപ്ലൈ വരും. അതിന് ഇന്നവരെ എനിക്ക് പറ്റില്ല, ഞാൻ തിരക്കിലാന്ന് ഇന്നവരെ തമന്ന പറഞ്ഞിട്ടില്ല. അതൊക്കെ തമന്നയുടെ വളരെ നന്ദി. തമന്ന അടുത്ത ആളായിരിക്കും ഇടാ, എനിക്ക് സമയമില്ലാട്ട് ആരെങ്കിലും ഒന്നും ചെയ്തു കൊടുക്കട്ടാന്ന് പറഞ്ഞിട്ട് ആ പറച്ചിലിന് തന്നെ ഒരു സുഖം കേൾക്കാൻ. അപ്പൊ തന്നെ നമുക്ക് സമാധാനമായി കിട്ടിയില്ലേലും. അല്ല ആ ഒരു കോർഡിനേഷൻ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത്രയും നല്ല ബോണ്ടിങ്ങിൽ പോണത്. ശരിക്കും എന്താണ് സ്കൂൾ ലൈഫിലൊക്കെ തിരിച്ചു പോയൊരു ഫീൽ അല്ലേ? അല്ലെ, ഒരുമിച്ച് തീർച്ചയായും അടിപൊളിയാണ് മാം. ഇപ്പൊ ഞങ്ങൾ ഒരുപാട് പേര് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാക്സിമം എല്ലാവരുടെ അടുത്തും പറയും നമുക്ക് ഒരു ദിവസം കാണാട്ടോ. ഇതന്നെ ഇപ്പൊ പറയുന്നത്, നമുക്ക് ഒരു ദിവസം വൺ ഡേ ടൂർ പോയാലോ, സാറിനോട് പറഞ്ഞാലോ, ഇങ്ങനെ വെറുതെ എവിടെ നമ്മുടെ മോഹങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ പറയാലോ, വെറുതെ ഇങ്ങനെ പറയും. എവിടെ സാധിക്കില്ലായിരിക്കും, എന്നാലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം നമുക്ക് പോയാലോ, ചെയ്താലോ. എല്ലാവരും ഒരാൾ നോ പറയില്ല എന്നുള്ളതാണ് അർത്ഥം. ആ ഗ്രൂപ്പിൽ ഒരാൾ ഞാനില്ലാട്ടോ എന്ന് ഒരാൾ, എവിടെ എല്ലാവരും ചില സമയത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ചിലവർക്ക് വീടുകളിൽ അനുവദിക്കും. പക്ഷെ എന്നാലും അവരൊക്കെ പറയും യെസ്. എവിടെ വീടില്ലായിരിക്കും, പക്ഷെ ഒരു യെസ് പറയുന്ന ഒരു സന്തോഷാണ്. സത്യത്തില് നിങ്ങൾക്ക് ഒരു ക്ലാസ് പോരാ, ഏതാണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഒരു ക്ലാസ് പോരാ. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ഒരു ക്ലാസ് കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആണെന്ന് തോന്നില്ല കേട്ടോ. കാരണം ഒരു ടോപ്പിക് കഴിഞ്ഞാൽ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്, ശരിയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ മൺഡേ സെമിനാറാണ്. ഇപ്പൊ തന്നെ തമന്നയൊക്കെ പറഞ്ഞു തുടങ്ങി സെമിനാർ ഇച്ചിരിച്ചിട്ട് പറയാവുള്ളൂ, ഇച്ചിരിച്ചിട്ട് പറയുള്ളൂ. എല്ലാവർക്കും പറയണം. ടോപ്പിക് അങ്ങനെ നമുക്ക് തന്നിരിക്കും. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പിൽ നമുക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങി ഇച്ചിരി പറയണം. 5 മിനിറ്റ് 10. നമ്മളിത് നേരത്തെ എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ രസ്നായൊക്കെ നേരത്തെ മെസ്സേജ് അയക്കും, എല്ലാവരും കുറച്ചിച്ച് എഴുതാവുള്ളേ. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും പറയാനുണ്ട്, എല്ലാവരും പറയുമല്ലേ, ഒരു പീരീഡല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ നേരത്തെ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് നമുക്ക് തന്നിട്ടുണ്ടാവും, കുറച്ചിച്ച് പറയണം എന്ന്. ഇപ്പൊ മൺഡേ സെമിനാറാണ്. അപ്പൊ സെമിനാറിനും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുറച്ചിച്ചൊക്കെ ചെയ്തു തുടങ്ങിക്കോ, ഇച്ചിരി പറയാവോളൂ എന്നൊക്കെ. കാരണം എല്ലാവർക്കും പറയണ്ടേ. 2 ക്ലാസ് വേണമെന്ന് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾ ഫീലിംഗ് ആയിരിക്കുമോ? ഒരു ഇപ്പൊ ഡെയിലി നിങ്ങൾക്ക് ഒരു ക്ലാസ് എഴുതാല്ലേ, ഒരു 2 ക്ലാസ് എങ്ങനെയായിരിക്കും? ഓക്കെ ആണോ? ഞങ്ങൾ ഓക്കെയാണ്. കുഴപ്പമില്ല. നിങ്ങൾ എന്തിനും ഓക്കെയാണ്. ഓക്കെ, കൂടുതൽ ഓക്കെ തോന്നുന്നു എനിക്ക്. തുടങ്ങിയപ്പോ ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു തുടങ്ങിയ ദിവസങ്ങളിൽ വിചാരിച്ചിരുന്നു, പക്ഷെ അതും നടന്നു, അതുപോലെ നടക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആ പീരീഡ് ഒന്ന് അറിയിച്ചാൽ നല്ലതായിരുന്നു കേട്ടോ. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ കിട്ടിയാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരം മാം. എന്താ പറഞ്ഞാ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇതിൽ നമ്മൾ പോയോ ഇംഗ്ലീഷ് പഠിക്കുന്നുള്ളൊരു ഉറപ്പ് വന്നിട്ടുണ്ട് ഇപ്പോ. ശരിയാണ്, ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇംഗ്ലീഷ് എനിക്ക് അത്രയും നിങ്ങൾ പ്രസന്റ് ചെയ്യാനാണെങ്കിലും ഒരുപാട് എനിക്ക് ടൈം വേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ ക്ലാസ് ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് അല്ല ഇംഗ്ലീഷ്. എല്ലാവർക്കും മനസ്സിലായി നല്ല രീതിയിൽ പഠിച്ച് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്.
കുറച്ചുകൂടി ടൈം ആവശ്യമാണ് അതെനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ തന്നെ നോക്കൂ 11:45 ഇപ്പൊ തന്നെ 12 o'clock ആവും. പെട്ടെന്ന് ടൈം ഇന്ററാക്ഷന് തന്നെ 1 മണിക്കൂർ വേണം. അതാണ് MT8ന്റെ പ്രത്യേകത. ഞങ്ങൾക്ക് ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ഷന് കിട്ടുന്ന ടൈം, ഞങ്ങൾക്ക് പരസ്പരം ഇന്ററാക്ഷൻ വരെ ആക്കിയാലും കൂടി പോരെ മാം? മറ്റു സ്ട്രെസ്സിൽ അത് ബുദ്ധിമുട്ടാവോ? 12:30 എന്നുള്ളത് 1 o'clock വരെ ആക്കാം. അത് കൊള്ളായിരുന്നു. കാരണം എന്താണെന്നറിയോ, 11:30 ഒറ്റ സ്ട്രെച്ചിന് അതങ്ങ് പോരുമല്ലോ. പിന്നും ചിലപ്പോ ഈ പല ടൈം ആക്കുമ്പോ എല്ലാവർക്കും പല പ്രശ്നങ്ങളും വരും. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും 1 മണിക്ക് വിശക്കണ കുറെ ആൾക്കാർ ഈ ഗ്യാങ്ങിലുണ്ട്. അർച്ചന എന്തോ പ്രസീത ഞാൻ പറയാം. നിങ്ങളിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ. അല്ല മാം, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എന്തായാലും അറിയണമല്ലോ. കാരണം സ്കൂളിൽ ചെല്ലുമ്പോഴായാലും ഇപ്പോ ഏത് സബ്ജക്ട് ഇപ്പോ ടീച്ചേഴ്സ് എടുത്തു തന്നാലും ഇംഗ്ലീഷാണ് ഞങ്ങൾക്ക് ഇതിലെ ഏറ്റവും വേണ്ടത്. അപ്പൊ മിസ് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. ഞാനെല്ലാം തീരുമാനം ഞാൻ വെറുതെ ഇംഗ്ലീഷ് വായിക്കുന്നു മാത്രമേ ഉള്ളൂ മാം. എനിക്ക് അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. വെറുതെ കറക്കി കുത്തുക. അല്ലാണ്ട് ആ ചോദ്യം എന്താന്ന് പോലും എനിക്കറിയില്ല. ചോദ്യം ഞാൻ വായിക്കും, ഏതെങ്കിലും ഒരു വാക്കുമായിട്ട് യോജിച്ചു വന്നത് ഞാൻ അങ്ങോട്ട് ഉത്തരമായിട്ട് എഴുതും. അത്രയും തന്നെ ഉള്ളൂ. കാരണം ഇംഗ്ലീഷിന്റെ അർത്ഥം അതാണോ അത് നെഗറ്റീവ് ചോദ്യമാണോ പോസിറ്റീവ് ചോദ്യമാണോ എന്ന് പോലും എനിക്ക് മനസ്സിലാവൂല. നമുക്ക് പഠിക്കാട്ടോ, ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ പറയാം, നിങ്ങളും പറയൂ. ഓക്കെ. ക്ലാസ് എടുക്കാൻ നമുക്ക് കഴിഞ്ഞോ? കുറച്ച് കാശ് മാം, ഞാനായിരുന്നു ഇന്ന് സൈനിങ് ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ചെയ്യാൻ പറ്റിയില്ല. സോറി മാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ അത്ര സുഖമല്ല, എനിക്ക് കുറച്ച് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓഫ് ആവും കേട്ടോ. അതുകൊണ്ട് പേടിക്കണ്ട. അയ്യോ മിസ് അവിടെ പോയി എന്ന് പറയണ്ട, ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മളിപ്പോ നൗൺ, പ്രൊനൗൺ, വെർബ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ശരിയല്ലേ? പ്രത്യേകിച്ച് ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം ക്ലിയർ ആണ്. ഓക്കെ. ദെൻ അതിനുശേഷമുള്ളതാണ് അഡ്ജക്റ്റീവ്. യൂണിറ്റ് 6 ആണ് കേട്ടോ. പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റ് 6 അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് ഫ്രേസ് ആൻഡ് അഡ്ജക്റ്റീവ് ക്ലോസ്. അപ്പോ എന്താണ് അഡ്ജക്റ്റീവ് എന്ന് ആദ്യം പഠിക്കാം. വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? ഓക്കെ. നോട്ട്ബുക്ക് എടുക്കുക, എഴുതാം. സിമ്പിൾ ആയിട്ട് പറയാം. ആദ്യം ഈ ഡെഫിനിഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡെഫിനിഷൻ വായിക്കാൻ ആദ്യം. An adjective is a word that modifies or describes a noun or pronoun. മനസ്സിലായോ? അതായത് നൗണിനെയോ പ്രൊനൗണിനെയോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ്. അപ്പൊ ക്ലിയർ ആയോ? പണ്ട് നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ വിശേഷണം, കറക്റ്റ് ആണ്, വിശേഷണമാണ് കേട്ടോ. മലയാളം വേണ്ട, മലയാളം ഭയങ്കര കഠിനമായ വാക്കുകളാണ്. അഡ്ജക്റ്റീവ് എന്ന് പഠിക്കാം. ഓക്കെ. ഇംഗ്ലീഷ് എന്നല്ല, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്തും നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഗ്രാമർ ക്ലാസ്സിലെ. എന്താണ് വിശേഷണം? എന്താണ് എന്ന് വെച്ചാല് നാമത്തെയോ നാമവിശേഷത്തെയോ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് വിശേഷണം എന്ന് പഠിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ചോദിക്കുക എന്താണ് അഡ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയോ? അയ്യോ അഡ്ജക്റ്റീവ് എന്താ എന്ന് കേട്ടിരിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ എന്താണ് എന്ന് ചോദിക്കേണ്ട ആവശ്യം വരില്ല, അത്ഭുതപ്പെട്ടിരിക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ എന്തോ ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് എന്തും നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ. അപ്പോ അഡ്ജക്റ്റീവ് എന്താണ്? നൗണും പ്രോനൗണും നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പോ നൗണിനെയും പ്രോനൗണിനെയും വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇപ്പൊ ഞാൻ, എന്റെ പേരെന്താണ്? അശ്വതി എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അശ്വതി എന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു നെയിമാണ്, അത് നൗൺ ആണെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിന് പ്രോണൗൺ യൂസ് ചെയ്യാം. ഞാൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹി പറയാം, അല്ലെങ്കിൽ ഷീ പറയാം, അവള് പറയാം. അതെല്ലാം പ്രോണൗൺ ആണ് അല്ലെ. അപ്പോ എന്നെ വിശേഷിപ്പിക്കുക. ഇപ്പൊ എന്നെ എന്താണ്? ഞാനൊരു ടീച്ചറാണ്. വേണ്ട, എന്നെ വിശേഷിപ്പിക്കില്ല, ആരെങ്കിലും ആവട്ടെ. ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു പെൺകുട്ടി, എക്സാമ്പിൾ പറയണ്ട, മീര. മീര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവള് നമ്മള് ഒരു വേർഡ് യൂസ് ചെയ്ത് വിശേഷിപ്പിക്കുകയാണ്, കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞു. ഓക്കെ, അവള് ആ മീരയെ നമ്മൾ എന്ത് വേർഡ് വെച്ചിട്ടാണ് കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്തത്? അപ്പോ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് എന്താണ്? അതാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഇനിയിപ്പോ എന്തു ആയിക്കോട്ടെ, ഇപ്പൊ ഒരു ഗേള് പറഞ്ഞു, ഇനിയിപ്പോ അതാരായാലും നമുക്ക് അവിടെ ഹ്യൂമൻ ബീങ്സ് ആകാം, ഇനിയിപ്പോ വസ്തുക്കളാകാം, ആനിമൽസ് ആകാം, എന്തും ആകാം കേട്ടോ. നൗണോ പ്രോണൗണോ ആയാൽ മാത്രം മതി. ഓക്കെ, അടുത്തൊരു എക്സാമ്പിള്, ഇനിയിപ്പോ ഒരു വസ്തു ആണെങ്കിലോ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെയറിനെ കുറിച്ച് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യാണ്. ചെയർ ഇസ് വുഡൻ ചെയർ എന്ന് പറഞ്ഞു. ഇറ്റ്സ് എ വുഡൻ ചെയർ. അതൊരു വുഡൻ ചെയർ ആണ്, അല്ലെങ്കിൽ നമുക്ക് ചെയർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തു, അതെന്താണെന്ന് വെച്ചാൽ വുഡൻ ചെയർ എന്ന് പറഞ്ഞു. വുഡൻ എന്ന് പറയുന്ന വാക്ക് ഏതാണ്? അപ്പൊ ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് അഡ്ജക്റ്റീവ്. സിമ്പിൾ അല്ലേ? ക്ലിയർ ആണ് മാം. ഇത്രയേ ഉള്ളൂ. കേൾക്കുമ്പോൾ പേടിയിലാണെങ്കിലും നമ്മൾ അത് പറഞ്ഞു തരുമ്പോൾ വളരെയധികം സിമ്പിൾ ആണ്. ഇനിയിപ്പോ ഒരു പട്ടിയോ പൂച്ചയോ എന്താണെങ്കിലും, dog is playing in the ground അല്ലെങ്കിൽ playing in the house, it's a brown color dog എന്ന് പറഞ്ഞാൽ അത് വിശേഷിപ്പിക്കുന്നതാണ്. എന്താണ് ആ ഡോഗിന്റെ കളർ? എന്താണ്? ബ്രൗൺ ആണ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചു. ഇറ്റ്സ് എ നോട്ടി പെറ്റ് എന്ന് പറഞ്ഞാലും ഈ നോട്ടി എന്ന് പറയുന്ന വാക്ക് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? സ്ക്രീനിലുള്ളത് മാമിന്റെ നോട്ടാണോ? സ്ക്രീനിലുള്ളത് മാമിന്റെ നോട്ടാണോ? ഇതെന്റെ നോട്ടാണ്. ഞാൻ ഈ പേജ് നോക്കി നോക്കി മടുത്തു ഇപ്പോ. ഓക്കെ, അപ്പോ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം. അഡ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾ എഴുതാം. ഓക്കെ, നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്ന് എഴുതി വെക്കാം. ഓക്കെ, അത് എന്റെ നോട്ടിന്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്ക് എഴുതിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണ്? നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ്. എക്സാമ്പിൾസ് എഴുതിക്കോളൂ. നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയും. ക്ലവർ ഗേൾ. എന്തോ കേട്ടില്ല? Rose is a beautiful flower. Yeah, rose is a beautiful flower. Okay. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യൂ എക്സാമ്പിൾ. അപ്പൊ നോക്കി എഴുതാം. എല്ലാവരും എക്സാമ്പിൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാം. ഓക്കെ, പറയൂ. Riji is a wonderful girl. Yeah, wonderful girl. Table is very strong. Yeah. അത് ശരിയാണോ മാം? വെരി സ്ട്രോങ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, കുഴപ്പമില്ല. വെരി സ്ട്രോങ് ഞാൻ പറഞ്ഞുതരാം. വെരി സ്ട്രോങ് എന്ന് പറയാം കേട്ടോ, അല്ലെങ്കിൽ സ്ട്രോങ് എന്ന് പറഞ്ഞാലും മതി. മൈ ഡോട്ടർ കൊടുത്തിരിക്കുന്നില്ലേ, ഹി മാരീഡ് ആൻ അമേരിക്കൻ വുമൺ. അപ്പൊ അതില് അമേരിക്കൻ എന്നുള്ളതല്ലേ ഡിസ്ക്രൈബ് ചെയ്ത വേർഡ്? അതെ, അമേരിക്കൻ ആണ് അത് അതിലെ അഡ്ജക്റ്റീവ്.
ഓക്കെ മാം. വെരി ബ്രേവ് ഗേൾ എന്ന് പറയത്തില്ലേ? ബ്രേവ് ആണ് അഡ്ജക്റ്റീവ്. She is a confident girl. കോൺഫിഡന്റ് ഗേൾ പറയാം. ഇറ്റ്സ് അമേസിംഗ് ഹാൻഡ്സം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഗേളിനെയോ ആ വസ്തുവിനെയോ അനിമലിനെയോ ആയിരിക്കണം ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അല്ലാതെ അവർ ചെയ്തൊരു കാര്യത്തെയോ ഒന്നും ആയിരിക്കരുത്, അവരെ ആയിരിക്കണം ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഓക്കെ, പീകോക്ക് ബ്യൂട്ടിഫുൾ ബേർഡ് എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ് ആവത്തില്ലേ? അശ്വതി ടീച്ചർ ഈസ് എ ഗുഡ് ടീച്ചർ. ദീപ ഈസ് എ ഇന്റലിജന്റ് ഗേൾ. ശരിയാ? മാം, ഇതിന്റെ ക്വാളിറ്റീസ് എന്ന് പറയുമ്പം ബാഡ് ബോയ് എന്ന് പറയുമ്പം അതും ബാഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആവോ? ഇവിടെ മൈ ഡോട്ടർ സ്റ്റഡി വെൽ, മോള് നന്നായിട്ട് പഠിക്കും. പറയാം. മാം ഇതില് ക്വസ്റ്റ്യൻ ടോയ് ഈസ് ലാർജ്, ദ റെഡ് ടോയ് ഈസ് ലാർജ് എന്നല്ല, അതിൽ റെഡ് ആണോ ലാർജ് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ് വരുന്നത്. ഇവിടെ മൈ ഡോട്ടർ സ്റ്റഡി വെൽ, അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ കറക്റ്റ് ആയിരിക്കില്ല, ഞാൻ പറയാം. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവളെ മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അനിമലിനെ മോഡിഫൈ ചെയ്യുക. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ പറയുന്നത്. നൗണിനെയോ പ്രൊനൗണിനെയോ ആയിരിക്കണം മോഡിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ അവർ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചിട്ടോ ഒന്നും മോഡിഫൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് മോഡിഫൈ ചെയ്യുമ്പോൾ എന്താണ് അഡ്ജക്റ്റീവ് ആയിരിക്കില്ല വരാ, വേറെ ആയിരിക്കും. ഞാൻ പറഞ്ഞുതരാറ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വസ്തുവിനെ മാത്രം മോഡിഫൈ ചെയ്യാം. Red rose, naughty boy കൊടുത്ത്. ഇന്ത്യ ഈസ് റിപ്പബ്ലിക് കൺട്രി, അപ്പൊ റിപ്പബ്ലിക് അഡ്ജക്റ്റീവ് ആവോ? I saw a cute cat over there. I saw a cute cat over there. Cute cat. Okay. Priya is a beautiful girl. Rosie is bright student. Kela is the best kid. Very loving. He is a handsome boy. Milk. Dairy milk is tasty. She's very cunning. My son is a naughty boy. He's hot. He's spicy. He's beautiful. That is very രഞ്ജിന, ഞാൻ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല കേട്ടോ, അത് വിട്ടേക്കൂ. ഓക്കെ, പാസ്റ്റ് പ്രസന്റിലൊക്കെ പറയാം, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല. നിങ്ങൾ അഡ്ജക്റ്റീവ് എല്ലാന്ന് പഠിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ ടെക്സ്റ്റില് പറയാം. ടെക്സ്റ്റില് അവിടെ റെഡ് ടോയ് ഈസ് ലാർജ് എന്ന് പറയുന്നുണ്ട്. അതില് ഇവിടെ ഏതാണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരാം? ലാർജ് എന്നുള്ളത്. റെഡും ലാർജും വരാൻ സാധ്യതയില്ല. ടോയ് എന്ന് പറയുമ്പോൾ നൗൺ ആവുമ്പോ അതിന്റെ റെഡ് ലാർജ് ടോയിനെ റെഡ് എന്നും പറയുന്നുണ്ട്, അവിടെ ലാർജ് എന്ന് പറയുന്നത്, രണ്ടും പറയും കേട്ടോ. ഓക്കെ, വിച്ച് ടോയ് ഈസ് ലാർജ് എന്ന് ചോദിക്കുമ്പോൾ അത് റെഡും ടോയും ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, the yellow toy is small. അവിടെ യെല്ലോ എന്ന് പറയുന്നുണ്ട്. അതിൽ ലാസ്റ്റ് വായിച്ചിട്ട് words yellow, red, small, large, tall, short, etc. ഭയങ്കര എക്കോ പോലെ കേൾക്കുന്നു. എല്ലാവരും മ്യൂട്ട് ചെയ്യാം കേട്ടോ, മ്യൂട്ട് ചെയ്താൽ മതി. അപ്പോ ഇവിടെ എല്ലാ വേർഡും അഡ്ജക്റ്റീവ് ആണ്. താഴെ വായിക്കുക. The words yellow, red, small, large, tall, short, etc. help us to identify things or persons. They add the meaning of nouns. They may be described to qualify the nouns. Such words are adjectives. കണ്ടോ, നമ്മളെ നൗണിനെയും പ്രൊനൗണിനെയും മോഡിഫൈ ചെയ്യാൻ
നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് വളഞ്ഞ വഴിക്ക് പറഞ്ഞിട്ട് കുറച്ച് സിമ്പിൾ വഴിക്ക് പറഞ്ഞതേ നോക്കിയേ. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മാം ഇതിന്റെ ആൻസർ പറഞ്ഞത് വിച്ച് ടോയ് ഈസ് ലാർജ് എന്നുള്ളതിൽ റെഡ് ലാർജ് രണ്ടും അഡ്ജക്റ്റീവ് ആയിട്ടാ വരാ. വിച്ച് ടോയ് ഈസ് ലാർജ്, അവിടെ ആ ക്വസ്റ്റ്യനിൽ ശരിക്കും അഡ്ജക്റ്റീവ് റെഡ് ആണ്, ലാർജ് ആണ്. ഓക്കെ, ഏത് ടോയ് ആണ് ലാർജ് എന്ന് ചോദിക്കുമ്പോ അവിടെ പറയുന്നത് റെഡ് ടോയ് ആണെന്നാണ്. അപ്പൊ റെഡ് ആണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. മനസ്സിലായോ? എക്സാമിന് നമ്മുടെ മോക്ക് ടെസ്റ്റിനൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ വന്നാല് ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിന് ഏതാണ് അഡ്ജക്റ്റീവ് അത് ആൻസർ ചെയ്താൽ മതിയല്ലോ. രണ്ട് അഡ്ജക്റ്റീവ് രണ്ട് അഡ്ജക്റ്റീവ് വരില്ല അല്ലേ? ഒറ്റ വേർഡിന്റെ വരില്ല. ഇല്ല, ഞാൻ പറയാം. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഇപ്പൊ വായിച്ച ക്വസ്റ്റ്യൻസ് പോലെയൊന്നും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വരില്ല. ഓക്കെ, സിമ്പിൾ ആയിരിക്കും പേടിക്കാൻ. ഇപ്പോ നിങ്ങൾ ടെക്സ്റ്റില് കുറച്ച് കാര്യങ്ങളാണ് വിടും. അഡ്ജക്റ്റീവ് എന്താണെന്നൊക്കെ മനസ്സിലായോ? എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായോ? ഒരു വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണം. അതായത് മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് നമുക്ക് പറയാം. മീര ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയാം, അല്ലെ? Mira is a beautiful girl and Mira is a smart and beautiful intelligent girl എന്ന് പറയാം. ഒരു വാക്കിൽ ഒതുക്കാതെ ഒരുപാട് വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ലേ? ഇതെല്ലാം മോഡിഫൈ ചെയ്തത് മീര എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ശരിയല്ലേ? യെസ്. അപ്പോ ഒരു വാക്കിലാണ് അത് മോഡിഫൈ ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് എ അഡ്ജക്റ്റീവ്. ഒരു വാക്കിൽ നിന്നല്ല, നമ്മൾ ഒരുപാട് വാക്കിൽ പറഞ്ഞാലും അത് അഡ്ജക്റ്റീവ് തന്നെയാണ്. അത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞു, മീര ഈസ് വെരി ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് ടാലന്റഡ് ഗേൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ അതിൽ ഏതാണ് അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്? അതിലേക്കാണ് ഞാൻ വരുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എന്റെ ഫ്ലോ കൂട്ടും. ഞാൻ വേറൊരു ടോപ്പിക്കിലൊക്കെ വരികയായിരുന്നു. ഓക്കെ, ഇവിടെ മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുമ്പോ മീര ഈസ് എ ബ്യൂട്ടിഫുൾ, അതിൽ ബ്യൂട്ടിഫുൾ ആണ് അഡ്ജക്റ്റീവ്. ഇനി അവിടെ മീര ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ഇന്റലിജന്റ് സ്മാർട്ട് ഗേൾ എന്ന് പറഞ്ഞാലും ഇതെല്ലാം അഡ്ജക്റ്റീവ് തന്നെയാണ്. അപ്പോ ഒരു അഡ്ജക്റ്റീവ് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരുപാട് അഡ്ജക്റ്റീവ്സ് വന്നിട്ടുണ്ട് അല്ലെ? 3 അഡ്ജക്റ്റീവ് നമ്മൾ യൂസ് ചെയ്തത്, ബ്യൂട്ടിഫുൾ, ഇന്റലിജന്റ്, സ്മാർട്ട്. ഈ 3 എണ്ണത്തിന് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഒന്നോ അതിൽ കൂടുതലോ അഡ്ജക്റ്റീവുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ? അപ്പോ അഡ്ജക്റ്റീവ് എന്താണെന്നും അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്നും മനസ്സിലായല്ലോ. ഒറ്റ വാക്കേ ഉള്ളൂവെങ്കിൽ അത് അഡ്ജക്റ്റീവും, ഒന്നിൽ കൂടുതൽ നമ്മൾ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഡ്ജക്റ്റീവുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, 2 ടോപ്പിക് കഴിഞ്ഞിട്ടോ. അഡ്ജക്റ്റീവ് കഴിഞ്ഞു, അഡ്ജക്റ്റീവ് ഫ്രേസ് കഴിഞ്ഞു. ക്ലിയർ? ഇനി അഡ്ജക്റ്റീവിനും അഡ്ജക്റ്റീവ് ഫ്രേസിനും എല്ലാവരും എക്സാമ്പിൾസ് ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. രണ്ടും ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. അഡ്ജക്റ്റീവ് എക്സാമ്പിളും അഡ്ജക്റ്റീവ് ഫ്രേസിന്റെ എക്സാമ്പിളും ഒരു മെസ്സേജ് ആയിട്ട് തന്നെ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാം മേലോട്ട്. മാം ഇപ്പൊ എന്താ പറഞ്ഞ കേട്ടില്ല. ബ്യൂട്ടിഫുൾ ടാലന്റഡ് ഗേൾ അങ്ങനെ പറഞ്ഞ അഡ്ജക്റ്റീവ് ഫ്രേസ് ആവുമോ? എക്സാമ്പിൾ എഴുതാനാവും അല്ലെ? ബുദ്ധിമുട്ടില്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസ് ഒന്നുകൂടെ പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പോയിണ് വന്നത്. ഞാൻ പറയാം. ഓക്കെ, ഇവിടെ രാമു ഈസ് എ ഗുഡ് ബോയ്. രാമു ഒരു ഗുഡ് ബോയ് ആണ്. അതില് അഡ്ജക്റ്റീവ് ഏതാണ്? രാമു ഈസ് എ ഗുഡ് ആണ്. രാമു ഈസ് നാം കേൾക്കാൻ പറ്റുന്നില്ല. ഞാനേ 1 സെക്കൻഡ്. ഓൾറെഡി കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. ഓക്കെ,
ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ല. രാമു ഈസ് എ ഗുഡ് ബോയ് എന്ന് പറയുന്ന സെന്റൻസില് ഗുഡ് ആണ് അഡ്ജക്റ്റീവ്. ഇനി രാമുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. രാമു ഗുഡ്, സോറി ഗ്രാമല്ല, രാമു ഗുഡ് ആണ്, ഇനി സ്ട്രോങ് ആണ്, ഇന്റലിജന്റ് ആണ്, സ്മാർട്ട് ആണ്, ഹീസ് ഓൾസോ എ ഗുഡ് ലുക്കിംഗ് ഗായ് എന്നും കൂടി പറഞ്ഞു. അപ്പൊ രാമുവിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. രാമുവിനെ നമ്മൾ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്തു, ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്തു അല്ലെ. അതാ അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഒറ്റ വാക്കിൽ ഒതുക്കുന്നത് അഡ്ജക്റ്റീവും, ഒന്നിൽ കൂടുതൽ വാക്കുകൊണ്ട് നമ്മൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഇതുപോലെ തന്നെ മീര ഈസ് എ സ്മാർട്ട് ഗേൾ. സ്മാർട്ട് കൊണ്ട് നമ്മൾ ഒരാളെ ഇപ്പൊ ഞാൻ പറയാണ് മീര ഈസ് എ സ്മാർട്ട് ഗേൾ. സ്മാർട്ട് കൊണ്ട് ഞാൻ അങ്ങനെ ഒതുക്കി, അത് അഡ്ജക്റ്റീവ് ആണ്. സ്മാർട്ട് എന്ന് പറയുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്. കാരണം ഞാൻ മീര ഒറ്റ വാക്കില് മോഡിഫൈ ചെയ്തു, മീര ഒരു സ്മാർട്ട് ഗേൾ ആണ്, അപ്പൊ സ്മാർട്ട് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇനി വേറൊരാളെന്ന് പറയാണ് മീര സ്മാർട്ട് മാത്രമല്ല, മീര സ്മാർട്ട്, ബ്യൂട്ടിഫുൾ, ഇന്റലിജന്റ് ആൻഡ് ഗുഡ് ലുക്കിംഗ് ഗേൾ എന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. മീര സ്മാർട്ട് ആണ്, ഗുഡ് ലുക്കിംഗ് ആണ്, ഇന്റലിജന്റ് ആണ് അല്ലെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഒരാൾ നിങ്ങൾ പറഞ്ഞു. അപ്പൊ അയാളും മീരയെ തന്നെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്, പക്ഷെ ഒരു വാക്ക് യൂസ് ചെയ്തിട്ടല്ല, ഒരുപാട് വാക്കുകൾ യൂസ് ചെയ്തിട്ടാണ് മീരയെ ഡിസ്ക്രൈബ് ചെയ്തത് അല്ലെ. അപ്പൊ ഒരുപാട് വാക്കുകൾ കൊണ്ട് യൂസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ അത് അഡ്ജക്റ്റീവിന്റെ ഒരു കൂട്ടമായി മാറി. ഒരു അഡ്ജക്റ്റീവ് അല്ലല്ലോ, അഡ്ജക്റ്റീവിന്റെ ഒരു കൂട്ടമായി മാറി. ആ കൂട്ടത്തെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോ ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. യെസ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അഡ്മിറ്റ് ആകുള്ളൂ. ക്ലിയർ? യെസ്. അപ്പോ നിങ്ങളുടെ ചാപ്റ്റർ യൂണിറ്റ് 6 അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അതാണ് ഈ യൂണിറ്റ് 6 ഉള്ളത്. അതിലെ 2 പോർഷൻ നമ്മൾ സിമ്പിൾ ആയിട്ട് കവർ ചെയ്തു. അഡ്ജക്റ്റീവ് എന്താണെന്ന്, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്ന് നമ്മൾ ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അഡ്ജക്റ്റീവ് ക്ലോസ് കുറച്ച് ട്രിക്കി ആണ്, ശ്രദ്ധിച്ചിരിക്കും. ഇനി ഇപ്പോ ഈ ക്ലാസ് കൊണ്ട് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കില്ല. ഇപ്പൊ നമ്മൾ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, പക്ഷെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ക്ലിയർ ആക്കി എക്സാമ്പിൾസ് എല്ലാം നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുള്ളൂ. ഓക്കെ, ഇപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കാം. ഇനി അടുത്ത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ട്രിക്കിയാണ്, കുറച്ച് ടഫ് ആയിരിക്കാം. മാക്സിമം ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് അതിലുണ്ടാകാം. സെന്റൻസിൽ ഇപ്പോ ഐ വിസിറ്റഡ് ദ ടൗൺ വെയർ ദേ മെറ്റ് എന്ന് പറയുന്ന ഒരു സെന്റൻസ്. ഐ വിസിറ്റഡ് ദ ടൗൺ വെയർ ദേ മെറ്റ് എന്ന് പറയുന്ന സെന്റൻസിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് ഇപ്പൊ ഒരു സെന്റൻസ് ഞാൻ തന്നു, ഇതില് അഡ്ജക്റ്റീവ് ക്ലോസ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം? ഒന്നും പറ്റില്ല. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. അപ്പോ അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് adjective clause എന്ന് പറയുന്നതും a group of words that contain subject and verb. ഈ സബ്ജക്റ്റും വെർബിന്റെ കോമ്പിനേഷൻ ആണ്. അങ്ങനെയൊന്നും നോക്കണ്ട, ഏറ്റവും സിമ്പിൾ ആണ് പറയാം. ഇവിടെ ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടായിരിക്കും. ഓക്കെ, നൗണിന് ശേഷം ഒരു റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടായിരിക്കും ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് റിലേറ്റീവ് പ്രോണൗൺ. ഏതൊക്കെയാണ് നമ്മൾ പ്രോണൗൺ പഠിച്ചപ്പോ പറഞ്ഞാണ് അല്ലെ. റിലേറ്റീവ് പ്രോണൗൺ ഏതൊക്കെയാണ്? ദാറ്റ്, വിച്ച്, ഹൂ, വെയർ ഇതൊക്കെ പറയും. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ നൗണിനെയും പ്രോണൗണിനെയും കൊടുക്കുന്ന ഏതായിരിക്കും? ദാറ്റ്, വിച്ച്, ഹൂ ഒക്കെ ആയിരിക്കും അല്ലെ. അതാണ് നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ മെയിൻ ആയിട്ട് ഈ അഡ്ജക്റ്റീവ് നൗണിനെ അല്ലെങ്കിൽ പ്രോണൗണിനെ ശരിക്കും കൊടുക്കുക. പ്ലേസിനെ കുറിച്ച് നമ്മൾ അധികം പറയില്ല, പക്ഷെ പ്ലേസിനെ കുറിച്ച് പറഞ്ഞാൽ കറക്റ്റ് ആണ്. അത് നൗൺ തന്നെയാണ്. കേരള എന്ന് പറഞ്ഞാൽ അത് നൗൺ തന്നെയാണ്. അപ്പോ നൗൺ എന്താണെന്ന് പ്രോണൗൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാല് അത് അവിടേക്ക് ഏതൊക്കെ റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യാൻ പറ്റും എന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇപ്പോ ഐ വിസിറ്റഡ് ദ ടൗൺ വെയർ ദേ മെറ്റ്.
ഈ പറയുന്ന സെന്റൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ടൗൺ എന്ന് പറയുന്ന നൗണിനെയാണ്, അല്ലാതെ വിസിറ്റ് അല്ല കേട്ടോ. ടൗൺ എന്ന് പറയുന്ന നൗണിനെയാണ്. ഐ വിസിറ്റഡ് ദ ടൗൺ, ഞാൻ ടൗൺ വിസിറ്റ് ചെയ്തു അല്ലെ. എവിടെ, എങ്ങനെയാണ് നമ്മൾ മീറ്റ് ചെയ്ത ആ സ്ഥലം ഞാൻ വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്, ആ ടൗണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടൗൺ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ഓക്കെ, അപ്പൊ ഐ വിസിറ്റഡ് ദ ടൗൺ, അത് എന്താണ് ഇവിടെ? അത് ക്ലോസ് അല്ല കേട്ടോ. ക്ലോസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് റിലേറ്റീവ് പ്രോണൗണിന് ശേഷമാണ്. അപ്പൊ ഇവിടെ വെയർ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ അല്ലെ. റിലേറ്റീവ് പ്രോണൗണിന് ശേഷം വരുന്ന ഏതാനും എന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അതായത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോർഷൻ അത് എന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയും. അതുപോലെ തന്നെ the orange that he bought was delicious എന്ന് പറയുന്ന സെന്റൻസിൽ ഓറഞ്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ റിലേറ്റീവ് പ്രോണൗൺ ഏതാണ്? ദാറ്റ് ആണ്. ഓക്കെ, ദാറ്റ്. അപ്പൊ ദാറ്റിന് ശേഷം വരുന്ന ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടാകും. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്, ഇവിടെ വെർബും ഉണ്ട്. അപ്പോ ദാറ്റിന് ശേഷം വരുന്ന ആ ഒരു പോർഷൻ എന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. റിലേറ്റീവ് പ്രോണൗണിന് ശേഷം വരുന്ന സെന്റൻസ് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഈ ക്ലോസില് സബ്ജക്റ്റും വെർബും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അത് കുറച്ചൊരു കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ആയെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നി കുറച്ച് പണിയാണത് പഠിക്കല്. അഡ്ജക്റ്റീവും അഡ്ജക്റ്റീവ് ഫ്രേസും ക്ലിയർ ആയല്ലോ? ഞാൻ പറഞ്ഞുതരാം, അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞുതരാം. അഡ്ജക്റ്റീവ് ആൻഡ് അഡ്ജക്റ്റീവ് ഫ്രേസ് ഇത് രണ്ടും ക്ലിയർ ആണോ? നീ സംസാരിക്കാം. ഓക്കെ, ക്ലോസ് അഡ്ജക്റ്റീവ് ക്ലോസ് അത് രണ്ടും ക്ലിയർ ആണ്. ഓക്കെയാണ്, പക്ഷെ ഇത് കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. ഇത് തന്നെ വെർബില് വരുന്നുണ്ട്, നൗണില് വരുന്നുണ്ട്, ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. വരും അതോ ബോട്ടാണോ ക്ലോസ് ആയിട്ട് വരുന്നത്? കീ ബോട്ട് എന്നാണോ അതോ ബോട്ട് മാത്രമാണോ വരുന്നത് അഡ്ജക്റ്റീവ് ക്ലോസ്? ഇല്ല, ബോട്ട് വരും. കാരണം ക്ലോസില് സബ്ജക്ട് വെർബും ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റും ആണ്, ബോട്ട് എന്ന് പറയുന്നത് വെർബും ആണ് അല്ലെ. അപ്പൊ രണ്ടും വരും. അതാണ് ഞാനിവിടെ പറഞ്ഞ അഡ്ജക്റ്റീവ് ക്ലോസ്. ഇവിടെ വായിച്ചു നോക്കി. ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ക്ലോസ്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് കണ്ടെയ്ൻസ് എ സബ്ജക്ട് ആൻഡ് എ verb. ഓക്കെ, ഒരു കോമ്പിനേഷൻ ആയിരിക്കും, സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അഡ്ജക്റ്റീവ് ആണെങ്കിലും വെർബ് ആണെങ്കിലും നൗൺ ആണെങ്കിലും ക്ലോസ് എന്താണെന്ന് പഠിക്കുക ആദ്യം. ക്ലോസില് സബ്ജക്റ്റും വെർബും ഇൻക്ലൂഡഡ് ആയിരിക്കും. മാം, ഈ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന റിലേറ്റീവ് പ്രൊണൗൺസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ അഡ്ജക്റ്റീവ് ക്ലോസ്? അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? റിലേറ്റീവ് പ്രൊണൗണിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് ഹൂം വെയർ എന്നുള്ള ആ അത് വെച്ചിട്ട് ഇത് ഓറഞ്ച് എന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതാ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അഡ്ജക്റ്റീവ് ക്ലോസ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാം. അതില് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊണൗണിന് ശേഷം വരുന്നത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അത് സെന്റൻസ് ഫുള്ളും ആയിരിക്കില്ല. ഓക്കെ, റിലേറ്റീവ് പ്രൊണൗണിന് ശേഷം ഒരു സബ്ജക്റ്റും ഒരു വെർബും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇപ്പോ ദാറ്റ് ദ ഓറഞ്ച് ദാറ്റ് ഹി ബോട്ട് വാസ് ഡെലിഷ്യസ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ദാറ്റിന് ശേഷം വരുന്ന എല്ലാ സെന്റൻസും എന്താണ്? ക്ലോസ് ആണ് എന്നുള്ളത്. പക്ഷെ അതല്ല കേട്ടോ. ആ അണ്ടർലൈൻ ചെയ്ത പോർഷൻസ് മാത്രമാണ് ക്ലോസ്. ഓക്കെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, ദ ഓറഞ്ച് ദാറ്റ് ഹി ബോട്ട് വാസ് ഡെലിഷ്യസ്. ഈ സെന്റൻസില് ഏതാണ് adjective clause? Identify the adjective clause in the sentence എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. എന്നിട്ട് ഒരു 4 ഓപ്ഷൻ ഉണ്ടാവും. ആ 4 ഓപ്ഷനിൽ ചിലപ്പോ the orange, then that he, the third one that he bought,
the last one that he was delicious എന്നായിരിക്കും കിടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഏത് ആൻസർ എഴുതണം? that he bought, അത് മാത്രം എഴുതാം. ഓക്കെ, ക്ലിയർ? മാം നമ്മള് നൗൺ പിന്നെ ഒരു റിലേറ്റീവ് നൗൺ പിന്നെ പ്രൊനൗൺ ഇങ്ങനെ ഇത് ഈ ഒരു ഫോർമാറ്റിൽ വരുന്നത് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വെക്കാം അല്ലേ? നൗൺ, റിലേറ്റീവ് നൗൺ, പ്രൊനൗൺ. വരത്തില്ലേ മിസ്? വെർബ് വരുമല്ലോ. വെർബ് അതിന്റെ കൂടെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് നമുക്ക് വെക്കാമല്ലോ. അപ്പൊ നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് കറക്റ്റ് ആവില്ലേ? അങ്ങനെ പറയുമ്പോ സെന്റൻസ് മനസ്സിലാക്കാൻ ഓക്കെയാണ് മാം. പക്ഷെ ഇതിൽ നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസ് ഏതാന്ന് മാത്രം ചോദിക്കുമ്പോഴാണ് ഡൗട്ട് വരിക. സെന്റൻസ് ഇപ്പൊ അഡ്ജക്റ്റീവ് ക്ലോസും മറ്റേ പറഞ്ഞതെല്ലാം ഓക്കെയാണ്, കിട്ടുന്നുണ്ടാവും. പക്ഷെ അതിൽ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറയുമ്പോഴാണ് ഡൗട്ട് വരിക. മിസ് ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ജസ്റ്റ് ഒന്ന് എളുപ്പം മനസ്സിലാക്കാൻ ഒരു വഴി കണ്ടുപിടിക്കാനാണ്. അതായത് ഐ വിസിറ്റഡ് ദ ടൗൺ വേർ ദേ മെറ്റ്. ഇതിൽ വിസിറ്റഡ് എന്ന് പറയുന്നത് വെർബാണല്ലോ. അപ്പോ സബ്ജക്ട് അതിൽ ഏതാ വരുന്നത്? അതെനിക്ക് സ്കൂളിലും കൂടെ ഒന്ന് പഠിപ്പിക്കാനായി ചോദിച്ചത്. മെറ്റ് എന്നുള്ളതാണോ? അല്ല, ദേ. വെർബ്. അപ്പൊ പിന്നെ ടൗൺ കഴിഞ്ഞ് വേർ എന്നുള്ളത് വരുന്നത് ആ ഫുൾ പോർഷൻ ക്ലോസ് ആയിട്ട് അഡ്ജക്റ്റീവ് ക്ലോസ് ആയിട്ട് എടുക്കും. ആ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ബാക്കി ഫുൾ പോർഷൻ. അല്ലാതെ അതിലും കുറച്ചൊരു കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സബ്ജക്റ്റും വെർബിന്റെ അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക. അതാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഇതില് ഇപ്പോ കുറച്ച് നിങ്ങൾ എക്സസൈസ് നോക്കി. He exercised to stay healthy. Sorry. Not actually. That was well. അഡ്ജക്റ്റീവിനെ പിന്നെ കളിക്കാം. ഇല്ല, ഓക്കെ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒരുപാട് എക്സാമ്പിൾസും എക്സസൈസ് ആയിട്ട് വരാം. കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. പഠിച്ച് ക്ലിയർ ആവും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം കേട്ടതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, ക്ലോസ് മാത്രമേ ഉള്ളൂ ഡൗട്ട്. അഡ്ജക്റ്റീവ് ഇങ്ങനെ മനസ്സിലാക്കിയേ. അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായോ? ഒരു നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. ക്ലിയർ? ഓക്കെ, ഇടയിൽ കയറി ചോദിക്കേണ്ടതുണ്ട്, കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് അഡ്ജക്റ്റീവ്. ഇനി ഫ്രേസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഫ്രേസ് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ് ഫ്രേസ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണെന്ന് ഫ്രേസ് എന്ന് പറയാം. ഫ്രേസ് ആണെന്ന് പറഞ്ഞത് ഞാൻ അഡ്ജക്റ്റീവ് ഫ്രേസ് അല്ല പറഞ്ഞത്, വെറും ഫ്രേസ് എന്നാണ് പറഞ്ഞത്. ഫ്രേസ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ് ഫ്രേസ്. അതില് സബ്ജക്റ്റോ വെർബോ ഒന്നും ഉണ്ടാവില്ല ഫ്രേസില്. ഓക്കെ, ജസ്റ്റ് ഒരു വേർഡ് ആയിരിക്കും. ബ്യൂട്ടിഫുൾ, സ്മാർട്ട്, ഗുഡ്, ഇന്റലിജന്റ്, ക്ലവർ അങ്ങനെയൊക്കെ പറയുന്ന വേർഡാണ്. അത് സബ്ജക്റ്റ് ആണോ വെർബാണോ? ഒന്നും അല്ലല്ലോ, ജസ്റ്റ് ഒരു വേർഡാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം വേർഡിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയാം. ഇനി അഡ്ജക്റ്റീവ് ഫ്രേസിലേക്ക് വരാം. അഡ്ജക്റ്റീവ് ഫ്രേസ് അപ്പൊ എന്താകും? നൗണിനെയോ പ്രോനൗണിനെയോ ഒന്നോ അതിൽ കൂടുതലോ വേണ്ട, ഒന്നിൽ കൂടുതൽ നൗണിനെയോ പ്രോനൗണിനെയോ ഒന്നിൽ കൂടുതൽ വേർഡ് യൂസ് ചെയ്തിട്ട് ഒരുപാട് വേർഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ് യൂസ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്ലോസ് എന്താണെന്ന് അറിയണം. ക്ലോസ് ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടാകാം. ഓക്കെ, അതില് സബ്ജക്റ്റും വെർബും ഉണ്ട്. ക്ലോസിൽ എപ്പോഴും സബ്ജക്റ്റും വെർബൊക്കെ ആണ്. ദേ, ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സബ്ജക്റ്റും എന്തെങ്കിലും ഒരു പ്രവൃത്തി, വിസിറ്റ്, മെറ്റ്, ബോട്ട്, ബൈ അങ്ങനെയൊക്കെ പറയുന്ന വെർബുകള് ഓക്കെ അതും കാണും. അതാണ് ക്ലോസ്. ഇനി അഡ്ജക്റ്റീവ് ക്ലോസിലേക്ക് വരാം. അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണ്? അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നതാണ്. അത് മനസ്സിലാക്കാട്ടോ. അഡ്ജക്റ്റീവ് അല്ല, നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. അപ്പൊ ഈ നൗണിനെയും പ്രോനൗണിനെ കുറിച്ചിട്ടായിരിക്കും ആ സെന്റൻസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ അങ്ങനെ എന്താണ് നൗണിനെയും പ്രോനൗണിനെയും ആയിരിക്കും ആ സെന്റൻസിൽ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാം. അതില് ഒരു റിലേറ്റീവ് പ്രോനൗൺ കാണും. ഒരു വലിയൊരു സെന്റൻസ് ആയിരിക്കും, അത് രണ്ട് പാർട്ടായിരിക്കും. ഫസ്റ്റ് പാർട്ട് വേറെ, സെക്കൻഡ് പാർട്ട് വേറെ. അതിലെ സബോർഡിനേറ്റ് ക്ലോസ് എന്നൊക്കെ പറയും. അത് ഞാൻ പറയുന്നില്ല, ഒന്നുകൂടി പറയാനോ?
മാം ഒരു വേർഡിനെ റിലേറ്റ് ചെയ്തിട്ട് അതേ വേർഡിൽ തന്നെ അതിനെപ്പറ്റി പറയുന്നതായിട്ടാണ് നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ നിങ്ങൾ ടെക്സ്റ്റിലോട്ട് നോക്കി. This is the picture that I sent yesterday. Okay. ഇവിടെ അണ്ടർലൈൻ ചെയ്യാൻ നോക്കണം കേട്ടോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് തെറ്റാണ്, നേരെ തിരിച്ചാണ് വരേണ്ടത്. അതായത് ഇപ്പോ ദിസ് ഈസ് ദ പിക്ചർ, അണ്ടർലൈൻ ചെയ്യാൻ നോക്കണ്ട. ദിസ് ഈസ് ദ പിക്ചർ ദാറ്റ് ഐ സെൻഡ് യെസ്റ്റർഡേ. ഈ പിക്ചർ ആണ് ഞാൻ അതിൽ സെൻഡ് ചെയ്തത് എന്ന് പറയുന്ന ആ സെന്റൻസ് മലയാളം കേൾക്കും. ഈ പിക്ചർ ആണ് ഞാൻ ഇതിൽ സെൻഡ് ചെയ്തത്. നമ്മൾ സംസാരിക്കുന്ന എന്തിനെ കുറിച്ചിട്ടാണ്? മലയാളത്തിൽ. ഇപ്പൊ ഞാൻ പറയുന്ന മലയാളത്തിൽ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. പിക്ചറിനെ കുറിച്ച്. അപ്പൊ പിക്ചർ എന്ന് പറയുന്നത് നൗണല്ലേ? പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതുവരെയും ക്ലിയർ ആയി. ഇനി പിക്ചറിനെ തന്നെ നമ്മള് അതൊരു വസ്തുവായത് കൊണ്ട് നമ്മൾ ഏത് ക്രിയേറ്റീവ് പ്രോണൗണോട് യൂസ് ചെയ്തേ? അതിനുശേഷം എന്തൊക്കെ വന്നിട്ടുണ്ട്? അതിലൊരു സബ്ജക്റ്റ് വെർബ് ഉണ്ടോ? ഉണ്ട്. ക്ലിയർ അല്ലേ? ഇവിടെ വരെ നിൽക്കട്ടെ. ഇനി പറഞ്ഞാൽ കൺഫ്യൂസിംഗ് ആയിപ്പോ. അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. എല്ലാവരും അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ് ഇത് മൂന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ റെഡി ആയിട്ട് വരാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് ചെയ്യാം, നോട്ട്സ് കളക്ട് ചെയ്യാം, ക്ലാസ്സിൽ വന്ന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, ക്ലിയർ ആയിട്ട് പഠിക്കുക വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, ക്ലിയർ? കറക്റ്റ് അല്ലേ? അപ്പൊ ഇത്രയും ഇപ്പൊ നമ്മള് ടെക്സ്റ്റിലെ സെന്റൻസ് പറഞ്ഞപ്പോ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പഠിക്കുമ്പോ കിട്ടും. അത് എളുപ്പമാണ്. ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. അടുത്ത ക്ലാസ്സിൽ വരും. ഒരുപാട് എല്ലാവരും കൂടെ പറയുമ്പോൾ അത് ട്രിക്ക് കിട്ടും. ഓക്കെ, നന്നായിട്ട് കളക്ട് ചെയ്യാം. ഒരുപാട് ഇതുപോലെ അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ട്. അഡ്ജക്റ്റീവ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. വേറെ നിലക്ക് പോകരുത്, അഡ്ജക്റ്റീവ് മാത്രം. ഇതുപോലെ ആഡ്വർബും നൗണും പറയുന്നുണ്ട്. ഓക്കെ, അഡ്ജക്റ്റീവിലൊക്കെ മാത്രം പോകാം. ഒരുപാട് ചിന്തിക്കരുത്, അത്രയും വേണം. ഒരുപാട് നമ്മൾ കടന്നു കയറി ചിന്തിക്കണ്ട. സിമ്പിൾ ആയിട്ട് എങ്ങനെ അഡ്ജക്റ്റീവ് ക്ലോസ് പഠിക്കാം എന്ന് മാത്രം നോക്കിയാൽ മതി. അതുപോലെ പഠിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് സൈൻ ഔട്ട് പറയും. അതിന്റെ എനിക്ക് പറയും വളരെ ശ്രദ്ധിക്കില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. സൈൻ ഔട്ട് പറയും. The biggest adventure you can take is to live the life of your dreams. Thank you, Miss. Thank you all. Thank you so much for your wonderful class, Miss. Thank you. Sign out by Kanmani. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് നിങ്ങൾ പറഞ്ഞ പറയാട്ടോ, പ്രസന്റ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചാപ്റ്റർ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. Thank you, ma'am. 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 Thank you, ma'am.